ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഒരു പരീക്ഷണമാണ് കേട്ടോ. അതായത് ഞാനൊരു സ്പെഷ്യൽ അട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ആരും ഉണ്ടാക്കിയിട്ടില്ല, ഞാനിങ്ങ് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നതാണ്, ജസ്റ്റ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം, എങ്ങനെ വരുമെന്നറിയത്തില്ല. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് റെഡിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യം ഉള്ള സാധനങ്ങൾ ഗോതമ്പ് പൊടി. ഓക്കെ, അളവൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കിങ്ങനെ മെഷർമെൻറ്റ് ഇത്ര സ്പൂൺ ഇത്ര കപ്പ് അങ്ങനെയൊന്നുമില്ല. ഞാനെല്ലാം കൈ കണക്കിലാണ് എല്ലാം എടുക്കുന്നത്. ഇത് എനിക്കൊന്നൊരു 2 കപ്പ് ഗോതമ്പ് പൊടി വരുമായിരിക്കും, 2 കപ്പ് ഗോതമ്പ് പൊടി. ഓക്കെ, 2 കപ്പ് ഗോതമ്പ് പൊടി. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് ഒരൽപ്പം റവ. അത് കണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഇനിയും വേണ്ടത് റാഗിപ്പൊടി. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. ഞാൻ ഇവിടെ എടുത്ത് വെച്ചതാണ്. എൻ്റെ അമ്മ എന്നെ ഇടയിൽ കയറി എല്ലാം അലമ്പാക്കും. റാഗിപ്പൊടി എന്തി? കണ്ടല്ലോ, എനിക്ക് എപ്പോഴും ഇതാ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം എൻ്റെ അമ്മ ഇടയിൽ കയറി എല്ലാം സ്പോയിലാക്കും. ഞാൻ ഇവിടെ എടുത്ത് വെച്ച അമ്മ അതെല്ലാം തിരിച്ചു കൊണ്ട് വെച്ചു. ഓക്കെ, ഗോതമ്പ് പൊടി, റവ, പിന്നെ കുറച്ച് റാഗിപ്പൊടി. ഓക്കെ, അപ്പം അമ്മ അത് എടുത്തുകൊണ്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേണ്ടത് പഴം വേണം. നമ്മുടെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, പഴം 2 വേണം. ഓക്കെ, അപ്പോൾ റാഗിപ്പൊടി കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. റാഗിപ്പൊടി ഇത് ഇച്ചിരി കൂടെ ഉള്ളു, അത്രയും ഇടാം. ഒരു അരക്കപ്പ് റാഗിപ്പൊടി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനകത്തിന് ഇടാൻ പോകുന്നത് ഉപ്പ്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിട്ട് നമ്മളിതൊന്ന് ഇളക്കിയതിന് ശേഷം എനിക്കൊന്നൊരു ശകലം കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പിട്ട് ഇനി ആവശ്യമുള്ള എന്താ പറയുക, നെയ്യ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് നെയ്യ് ഇടാൻ പോവാം. നല്ല പശുവും പാലിൻ്റെ നെയ്യാണ്, മിൽമ ഗീ. അപ്പോൾ അത് നമുക്കൊരു 2 സ്പൂൺ ഇടാം. ഓക്കെ, 2 സ്പൂൺ നെയ്യങ്ങ് മാറ്റി വെക്കാം. ഈ നെയ്യ് ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് മിക്സ് ആക്കണം. ഓക്കെ, ഇത് പരീക്ഷണമാണ് കേട്ടോ, പരീക്ഷണമാണ്. എൻ്റെ മനസ്സിൽ വന്നത് ഇന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് ശരിയായി വരുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊരു റിയാലിറ്റി പോലെ നിങ്ങൾക്ക് കാണാം, നന്നാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഇതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തിടാൻ പോകുന്നത് എന്താ അറിയാമോ, തേങ്ങ. നമ്മുടെ ഒരു കപ്പ് തേങ്ങ. ഓക്കെ, 1 കപ്പ് തേങ്ങ ചിരകിയത്. ചിരകിയെന്നല്ലേ പറയുന്നത്, തേങ്ങ ചിരകിയത്. ചിരകിയ തേങ്ങ 1 കപ്പ്. ഓക്കെ, അതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ശർക്കര ഉപയോഗിക്കുന്നില്ല, പഞ്ചസാരയും ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരല്പം മധുരം എന്ന് പറയുന്നത് നമുക്ക് ഈ പഴമാണ്, ഈ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പഴുത്ത പഴം വേണം മേടിക്കാൻ. അതായത് ചില റോബസ്റ്റ പഴത്തിനൊന്നും അത്ര മധുരമില്ല, മനസ്സിലായോ? ചില റോബസ്റ്റ, അത് ഈ പാണ്ടിയൊക്കെ ആയിരിക്കും, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന റോബസ്റ്റയ്ക്ക് അത്ര ടേസ്റ്റും മധുരമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാടൻ കേരളത്തിലെ പഴമാണെങ്കിൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ ഈ റോബസ്റ്റ പഴം നമ്മുടെ നാടൻ റോബസ്റ്റ പഴമാണ്. അപ്പോൾ ഇതിന് നല്ല മധുരമാണ്. അപ്പം 2 റോബസ്റ്റ പഴം ഇതിലോട്ടിടണം. അപ്പം വേറെ പഴമാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാം, പക്ഷേ ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളത് റോബസ്റ്റയാണ്. അപ്പോൾ ഇത് നല്ല മധുരമുള്ള നാടൻ റോബസ്റ്റ പഴമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
അപ്പോൾ ഇത് നമ്മൾ അതൊക്കെ ഇട്ടു. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെള്ളമില്ലാതെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഇലയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇലയൊക്കെ വാഴയിലയൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. ആ വാഴയില ഇങ്ങോട്ട് വെക്കാം. അവിടെ പാത്രത്തിനകത്ത് വെച്ചു, അതിനകത്ത് വെച്ചോ മൊത്തം കൂടെ. അപ്പം ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ നമ്മൾ എന്തൊക്കെ ഇട്ടേന്ന്. ഗോതമ്പ് പൊടി, റവ, പിന്നെ റാഗിപ്പൊടി, ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇടാനൊന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞ് അമ്മ എടുത്തോണ്ട് പോയി കാണും, എനിക്കറിയില്ല. ഓക്കെ, അരിപ്പൊടി ഇല്ലേ, വേണ്ട. ഇത് നമ്മൾ കുറച്ച് നെയ്യ് ഉപ്പൊക്കെ ചേർത്ത് കുഴച്ചതിന് ശേഷം തേങ്ങ ചിരകിയിലിടണം. അതും ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 റോബസ്റ്റ പഴം ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് തിരുമിയെടുക്കണം. ഓക്കെ, നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അട ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ അങ്ങോട്ട് കുഴക്കണം. ഓക്കെ, വായിൽ നിന്ന് വെള്ളം വരുന്നില്ലേ? എനിക്കിപ്പോൾ ചക്കയട കഴിക്കാനായിട്ടൊരു കൊതി വരുന്നുണ്ട്. ചക്കയട, ഈ മനസ്സിലോട്ട് ചക്കയട ഓർമ്മ വരുന്നു. ചക്കയുടെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അപ്പം നമ്മൾ ചക്കയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് പഴമാണ് കേട്ടോ, റോബസ്റ്റ പഴം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നന്നായിട്ട് വന്നാൽ, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് വരികയാണെങ്കിൽ സക്സസ്. അപ്പോൾ ബാക്കിയുള്ളവർക്കും ഉണ്ടാക്കി നോക്കാം. എനിക്കൊരു പ്രതീക്ഷയുണ്ട് നല്ലതായിട്ട് വരുമെന്ന്. അപ്പം മനസ്സിലോട്ട് വന്ന ഒരു പരീക്ഷണ റെസിപ്പിയാണ്, ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളെ വീട്ടിൽ വരുമ്പോഴാണ് നമ്മുടെ തലയിലോട്ട് വരുന്നത്. ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ അട ഉണ്ടാക്കിയിട്ടില്ല നേരത്തെ. എൻ്റെ വീട്ടിൽ അട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അച്ഛനും അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് അടയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം അടയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന അടയാണ്. അടയെന്ന് വെച്ചാൽ ഈ ഇലക്കകത്ത് ഉണ്ടാക്കുന്ന അട. അല്ലാത്തതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കല്ലിനകത്തൊക്കെ ഉള്ള അട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇലക്കകത്ത് വെച്ചിട്ടുള്ള അട ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല, കാരണം അച്ഛനും അമ്മയൊക്കെ ഇതൊക്കെ അങ്ങ് ഉണ്ടാക്കും. അപ്പം ഞാനതിന് മെനക്കെടാറില്ല. ഓക്കെ, കണ്ടല്ലോ, ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെള്ളമൊക്കെ മാറ്റി വെക്കാൻ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാതെ എങ്ങനെ ഇത് ഇരിക്കുന്നുണ്ടെന്നേ. ഓക്കെ, പഴമൊക്കെ നല്ലതായിട്ട് ഇതിനകത്ത് മിക്സായി വരണം. ഓക്കെ, ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. പഴത്തിൻ്റെ മണം. ഇതിനകത്ത് ഇച്ചിരി ഏലക്കപ്പൊടി ഇട്ടാൽ നല്ലതായിരുന്നു കേട്ടോ. അമ്മേ ഇങ്ങോട്ട് വന്നേ. ഇപ്പം ഞാൻ ആലോചിച്ചു, ഇച്ചിരി ഏലക്കപ്പൊടി ഇട്ടാൽ നല്ലതായിരുന്നു. പക്ഷെ നല്ല ഏലക്കപ്പൊടി ഉണ്ടോ? ഏലക്കപ്പൊടി ഉണ്ടോന്നോ? ഇല്ലെങ്കിൽ വേണ്ട. പൊടിച്ചതാണോ? ഇടിച്ചെടുക്കാൻ എനിക്ക് സമയമുണ്ടോ അറിയില്ല. ഓക്കെ, അതായത് ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അടയ്ക്കുള്ള മാവ് കണ്ടില്ലേ, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നമ്മുടെ ഏലക്കകത്തോട്ട്, ഏലക്കൊക്കെ എനിക്ക് പൊടിച്ച് തരാമെന്ന് പറഞ്ഞു. ഇനി ഏലക്ക പൊടിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും ഒരു സമയമാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏലക്ക വേണം നിർബന്ധമില്ല. പിന്നെ ഇച്ചിരി മണം, സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഏലക്കയുടെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചിടാം. സാധാരണ നമ്മളങ്ങനെ അടയിൽ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള അടയിൽ നമ്മൾ ഇടാറുണ്ട്, ഏലക്ക പൊടിച്ചിടാറുണ്ട്. പൊടിച്ചോ?
ഓക്കെ, അപ്പോൾ ഏലക്ക പൊടിച്ചത് ഇട്ടു മുഴുവനായിട്ട് ഇട്ടു പൊടിച്ചെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ശരിക്കും പൊടിച്ചൊന്നുമില്ല. എന്തായാലും ഉള്ളതുപോലെ അങ്ങ് ഇടാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൊടിച്ചിടണം കേട്ടോ. പൊടിച്ച് തരാമെന്നാണ് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്, പക്ഷേ എന്നിട്ട് കൊണ്ടുവന്നപ്പോൾ പറയാം മുഴുവനായിട്ടാണ്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇത് കയ്യിൽ നിന്ന് കഴുകിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വാഴയില കണ്ടില്ലേ, എല്ലാം തുടച്ചെടുക്കണം. കാരണം ഈ ഇലക്കകത്ത് വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ ഇല നമ്മൾ തുടച്ചതിന് ശേഷം എല്ലാ ഇലയും നമ്മൾ തുടയ്ക്കണം നല്ലതായിട്ട്. കാരണം വെള്ളം എക്സ്ട്രാ വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ വാഴയില ഇങ്ങനെ കുറേ നിപ്പുണ്ട്. അപ്പോഴാണ് ഇതെൻ്റെ മനസ്സിലോട്ട് വന്നത്. തന്നെയല്ല, എനിക്ക് ഇച്ചിരി അട കഴിക്കാനൊക്കെ ഒരു കൊതി വന്നു. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി നോക്കിയാലോ. ഇത് അല്പം ഹെൽത്തി ആയിട്ടുള്ള അടയാണ്. കാരണം നമ്മൾ വേറെ ഇത്തിരി മധുരമൊന്നുമില്ല, പഴത്തിൻ്റെ മധുരം മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ റാഗിപ്പൊടിയും ഗോതമ്പൊടിയൊക്കെയാണല്ലോ ഉപയോഗിച്ച് വയ്ക്കുന്നത്. തേങ്ങ, നെയ്യ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് വലിയവർക്ക് പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഒരല്പം നെയ്യൊക്കെ നമുക്ക് തടവാം. ഓക്കെ, ഏലക്കകത്ത് തടവിയൊക്കെ കണ്ടല്ലോ, ഏലക്കകത്ത് നമ്മൾ ഇച്ചിരി നെയ്യൊക്കെ തടവണം. ഓക്കെ, നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ കൈയൊക്കെ അറിയാമല്ലോ ഒട്ടാൻ പാടില്ല, അതുകൊണ്ട് കൈക്ക് ഇച്ചിരി നനച്ചിട്ട് നമ്മൾ അടയ്ക്കുള്ള മാവ് നമ്മളിങ്ങനെ എടുത്ത് തേക്കാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു 4 പേർക്ക് കഴിക്കാനുള്ള അത്രയും അളവിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കോ, ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ അങ്ങ് കവർ ചെയ്യണം. സ്ക്രബ്ബർ മേടിക്കേണ്ട ആവശ്യം. ഓക്കെ, സോറി, ഞാൻ വേറൊരു കാര്യം, കാരണം ഇനി ഇടയ്ക്കമ്മ ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ടാണ്. പോകുന്നതിന് മുമ്പ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ? ഓക്കെ, അപ്പോൾ അടുത്ത ഇലക്കകത്ത് നമ്മളിങ്ങനെ നെയ്യ് തേച്ചിട്ട് ഇതുപോലെ കണ്ടല്ലോ, പരീക്ഷണം. ഇതെങ്ങനെ വരുമെന്നറിയത്തില്ല, നല്ലതായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യമായിട്ടല്ലേ വീട്ടിൽ ഇലയുടെ ഉണ്ടാക്കുന്നത്, ആദ്യമായിട്ടല്ലേ. എൻ്റെ പപ്പയാണ് ഇവിടുത്തെ ഇലയടയുടെ ആശാൻ, പുള്ളിയാണ് അട ഉണ്ടാക്കുന്നത് എപ്പോഴും. അപ്പോൾ അടുത്തത് നമ്മൾ വെച്ചു കണ്ടല്ലോ, 2 എണ്ണം. എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ നമ്മൾ നെയ്യ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റിന് നല്ലതാണ്. അതുപോലെ തന്നെ ടേസ്റ്റിന് നല്ലതാണ്. പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു റെമഡിയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളിങ്ങനെ കണ്ടല്ലോ. ഇനി അടുത്തത് സ്ക്രബ്ബർ മേടിക്കണ്ടെന്ന് പറ.
സ്ക്രബ്ബർ മേടിക്കണ്ടെന്ന് പറ. വെയിറ്റ് ചെയ്യാൻ പറയാമോ? വെയിറ്റ് ചെയ്യാൻ പറ. സോറി ഗൈസ്, ചന്ത പോ. ഓക്കെ. എനിവേ, ഇതിനിടയ്ക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ഇടയ്ക്കോട്ട് വരും. അതായത് എനിക്ക് ഈ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴേ എനിക്ക് ഇടയിൽ ആരും വന്ന് ശല്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതും ഇതും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങളുടെ അമ്മയോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അപ്പം അമ്മ ഇതിനിടയിൽ എന്തോ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി. ഓക്കെ. അപ്പോൾ ഇനി അപ്പോൾ ഞാനിങ്ങനെ ബാക്കിയുള്ളത് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ അറിയാമല്ലോ, അവിടെ ഇരിക്കുമ്പോഴത്തേക്കിന് എനിക്ക് നാട്ടിലെ പലഹാരങ്ങളൊക്കെ അങ്ങ് ആലോചിച്ച് കൊതിയാവും. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും, നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ കഴിക്കണം. അപ്പോൾ അങ്ങനെ. പക്ഷെ ചക്കയാണ്, ചക്കയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ ചക്ക ഞങ്ങൾക്കിവിടെ ചക്ക ഇല്ല. ഇവിടെ എങ്ങും ചക്ക കാണാനും ഇല്ല ഇപ്പം. ഓക്കെ. അപ്പോൾ അത് റെഡി. അതും നമ്മൾ ഇങ്ങോട്ട് വെക്കുക. പരീക്ഷണം. പണ്ടൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഇടുമായിരുന്നു. പിന്നെ എനിക്കങ്ങ് മടുത്തു. പിന്നെ അതെല്ലാം ഞാനങ്ങ് കളഞ്ഞു. കാരണം പിന്നെ ഞാനിങ്ങനെ യാത്ര ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഇപ്പം കുക്കിംഗ് ഒന്നും ഇടാറില്ലേ? അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, എൻ്റെ കുക്കിംഗ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ എന്നാൽ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടാം. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഇവിടെ ആവുമ്പോൾ സൗകര്യത്തോടൊക്കെ ഓരോന്നും ചെയ്യാമല്ലോ. അപ്പോൾ അത് നമ്മുടെ നെയ്യ്, നറുനെയ്യ്. നമുക്കിനി 1, 2, 3 ഇലയും കൂടെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാവുണ്ട്. അതിനനുസരിച്ച് 3 അടയ്ക്കുള്ള മാവുണ്ട്. ഓക്കെ ഗൈസ്, ഓൾമോസ്റ്റ് തീരാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി 3 കൂടെ ഞാനങ്ങ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാമെന്നങ്ങ് വിചാരിക്കുകയാണ്. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമല്ലോ. ഞാൻ ചക്കടയുടെ കാര്യം പറഞ്ഞിരുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് അവിടെ നിന്നും കിട്ടത്തില്ലല്ലോ. അതൊക്കെ തിന്നണമെങ്കിൽ നമുക്ക് നാട്ടിൽ വന്നല്ലേ പറ്റത്തുള്ളൂ. സ്പൂൺ അപ്പോൾ അങ്ങനെ ഓക്കെ. എനിക്കാണെങ്കിൽ വായിൽ വെള്ളം വരുന്നു. ഇപ്പോൾ കൊതിയാവുന്നു ഗൈസ്. എൻ്റെ വീഡിയോസൊന്നും അധികം ആൾക്കാരൊന്നും കാണുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് പറ. കൊള്ളത്തില്ല എന്ന് പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? കൊള്ളത്തില്ല എന്ന് പറ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. ഓക്കെ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. സ്ത്രീകളാണ് കാണുന്നത് കൂടുതലും. എന്നെ അറിയാവുന്നവരൊക്കെ ആയിരിക്കാം. ഓക്കെ. പിന്നെ ഇപ്പോൾ 2 രണ്ടെണ്ണത്തിനുള്ളുണ്ട്. കറക്റ്റ് മാവാണ്. ഇല എടുത്തുകൊണ്ട് വന്നത് വേറെ ആൾ. മാവൊക്കെ ഞാൻ അത് ഇല നോക്കാതെ കുഴച്ചത്. പക്ഷേ കുഴച്ച് വന്നപ്പോൾ ഇല കറക്റ്റുണ്ട്. കണ്ടില്ലേ? കറക്റ്റ് എമൗണ്ടിനാണ്. നല്ല മണമുണ്ട് കേട്ടോ. നെയ്യും തേങ്ങയും പഴമൊക്കെ കൂടെ ഉള്ള സ്മെല്ലേ. ഓക്കെ, അത് ലാസ്റ്റ്. അപ്പോൾ ഇത് റെഡി. ഓക്കെ. ഇത് നമുക്ക് ലാസ്റ്റ് ഒരടയ്ക്കുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ലാസ്റ്റിൽ ഒരല്പം
വലിയ ഇലയാണ്. എൻ്റെ അപ്പം വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പുള്ളിയാണല്ലോ ഇവിടെ എപ്പോഴും അട ഉണ്ടാക്കുന്നത്. ഇവളെന്തുവായി ചെയ്യുന്നത്, ശരിയായി വരുമോ എന്നുള്ളൊരു ലുക്കില്ല. പക്ഷെ പുള്ളിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. അപ്പം എൻ്റെ പാപ്പ കടയിലോട്ടും കൊണ്ട് പോയിക്കോ, ചന്തയിലോ. പുള്ളി വരുമ്പോഴത്തേക്കിന് പുള്ളി എന്ന് പറയുന്നത്. അപ്പം അച്ഛൻ വരുമ്പോഴത്തേക്കിനെ ഇതൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പം പുള്ളിയാണ്, അപ്പനാണ് കഴിച്ചിട്ട് പറയാൻ പോകുന്നത് എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ ആങ്ങള അവൻ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയും, അത് ഉറപ്പാണ്. അവനങ്ങനെ, അവൻ എല്ലാത്തിനും കുറ്റം പറയും. അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ അമ്മ പിന്നെ അമ്മയും കറക്റ്റായിട്ട് പറയും. ഓക്കെ ഗൈസ്, ഇതാ കണ്ടല്ലോ, കറക്റ്റ് നമ്മുടെ മാവ് കറക്റ്റ് ഇലയ്ക്ക് എത്ര വേണോ, ഇത് ഞാൻ അറിയാതെ കുഴച്ചത് എത്ര ഇല ഉണ്ടെന്ന്, പക്ഷെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അട റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ ഒത്തിരി ഉണ്ട്, അതൊന്നും കളയണ്ട. കണ്ടല്ലോ, ഇത്രയും അടയ്ക്കുള്ളത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കൈയൊക്കെ കഴുകിയെടുക്കാം. ഓക്കെ, കൈ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനത് കാണിക്കാം കുഴച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ മേശപ്പുറം ഇച്ചിരി മെസ്സിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുമുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. നോക്കിക്കോ, ഇത്രയും എത്ര എണ്ണം ഉണ്ടെന്നറിയാം? 1 2 3 4 5 6 7 9 10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മളിനി നമ്മുടെ പാത്രത്തിനകത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. സോവിൻ അതിനെയോ? ഓക്കെ, അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. എന്നിട്ടത് വെന്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇതിനിടയ്ക്ക് എൻ്റെ അമ്മ കുറച്ച് മാവ് ഇവിടെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പോൾ അതിനുള്ള ദോശയാണത്. അതെന്തിനാ അമ്മ അങ്ങനെ ചെയ്തത് എനിക്കറിയില്ല. ചിലപ്പോൾ അവിടെ തികയത്തില്ല എന്ന് വിചാരിച്ചായിരിക്കാം. അഥവാ തികയാതെ വന്നാലോ, കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇതിനകത്ത് അമ്മ എന്തൊക്കെ ഇട്ടേന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അമ്മ ഒരു ദോശയ്ക്കുള്ള മാവ് കുഴച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? നല്ല ചൂടായി കിടക്കുമായിരുന്നു. ഓക്കേ, ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് തുറക്കാം. അപ്പം ഇതിൽ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 2 തട്ടുണ്ടല്ലോ. ഇതെന്താ തിരിച്ച് വെച്ചേക്കുന്നത് എന്താ? അങ്ങനെയാണോ? ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ അട ഓരോന്നോരോന്നായിട്ട് നമ്മൾ വെക്കാൻ പോവാണ്. ഓക്കെ, കണ്ടല്ലോ, അടിയിൽ നമ്മൾ ഇത്രയും വെച്ചിട്ട്, അല്ല ഇത് എല്ലാം കൂടെ അതിനകത്ത് നിന്ന് ഞങ്ങൾ വെക്കാം. ഓക്കെ, എല്ലാം ഒരേ, ഇല്ല സ്ഥലം കിട്ടത്തില്ല മറ്റേ തട്ട് വെച്ചാൽ. അതിൻ്റെ ആവശ്യമില്ല, നമ്മളെല്ലാം ഇതിനകത്ത് തന്നെ വെച്ചാൽ മതി. ഒത്തിരി ഇല്ലല്ലോ, ഇത് ചിലതൊക്കെ ഇച്ചിരി വെളിയിലോട്ട് വരുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ചാടി. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. അതുകൂടെ നമ്മൾ ഇതിനകത്തോട്ട് വെക്കാൻ പോവാണ്. ഈ പഴം വെച്ചതുകൊണ്ടായിരിക്കും ഇത് പെട്ടെന്ന് ലൂസായിട്ട് വരുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇത് അടയ്ക്കാൻ പോവാണ്. അതിനിടയ്ക്ക് നമ്മുടെ ദോശ, അപ്പോൾ ഈ ദോശമാവ് ഇവിടെ ഉണ്ടായിരുന്നോ? നമ്മുടെ മറ്റേ ദോശ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. നമുക്ക് അടുത്ത ദോശയും കൂടെ ഉണ്ടാക്കാം. നമ്മൾ എണ്ണയൊക്കെ കൊണ്ട് തേച്ച്
എണ്ണയൊക്കെ അങ്ങോട്ട് തേച്ച്. ഈ ദോശയ്ക്ക് ചമ്മന്തി അല്ലേ? ഇത് നമ്മൾ ചമ്മന്തിയാണ് കഴിക്കാൻ പോകുന്നത്. ഈ മാവ് അമ്മ റെഡിയാക്കി വെച്ചിരുന്നു, അതെനിക്കറിയത്തില്ലായിരുന്നു. ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു. ഓക്കെ. പക്ഷെ ഈ മാവ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്ന ഞാൻ അട ഉണ്ടാക്കത്തില്ലായിരുന്നു. പറയണ്ടായിരുന്നോ? ഓക്കെ. കണ്ടല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഈ ദോശ ഞാനതങ്ങ് നെയ്യ് റോസ്റ്റ് ആക്കാൻ പോവാം. ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചിട്ട്. ഓക്കെ, നെയ്യ് അങ്ങോട്ട് പുരട്ടണം എല്ലായിടത്തും. പുരട്ടിയിട്ട് കണ്ടില്ലേ, അടിപൊളി അടിപൊളി. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഇതാണ്. നല്ല മണം, നല്ല മണം, നെയ് റോസ്റ്റിൻ്റെ മണം. അപ്പോൾ ഈ നെയ് റോസ്റ്റ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ദോശമാവാണ്. പക്ഷെ അറിഞ്ഞില്ലല്ലോ ഇതുകൂടി ഇരിപ്പുണ്ടോ, നിൽക്കണ്ടോ. ആണോ? സൂപ്പർ മാവ്. നമ്മൾ നേരത്തെ എങ്ങാണ്ട് അരച്ച് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അട, പിന്നെ ദോശ. ഇതേ നമ്മുടെ നെയ് റോസ്റ്റിൻ്റെ ലുക്കും ഉണ്ടോ, അടിപൊളിയല്ലേ? ഹലോ ഗായ്സ്, ചിരിപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് ഗായ്സ്. എൻ്റെ ആങ്ങളെ തുടങ്ങി കേട്ടോ. ഇവരിങ്ങനെ കുറ്റം പറച്ചിൽ നമ്മളെ കളിയാക്കലാണ് പരിപാടി. അപ്പോൾ എൻ്റെ അട കണ്ടിട്ടാണ് വെച്ചാൽ ആശുപത്രിയിലാവും. അപ്പോൾ അട കണ്ടല്ലോ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് കഴിച്ച് നോക്കണം. ഇവ കഴിച്ചിട്ട് പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഹലോ ഗായ്സ്, നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ പലരും കഴിച്ചു ഓൾറെഡി, വീട്ടിലെ ബാക്കി എല്ലാവരും കഴിച്ചു. എന്നെ ചിരിപ്പിക്കുക, എന്താ ചിരിച്ചാൽ അറിയാവോ? അല്ല, എൻ്റെ അട നല്ലതല്ലേ? നല്ലതല്ലേ? നല്ലതാണെന്ന് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നല്ലതാണ്. അപ്പോൾ ഞാനിനി കഴിച്ച് നോക്കട്ടെ. ഇവനിങ്ങനെ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ നേരം എന്തെങ്കിലും പറയുന്നത് എന്നെ ചിരിപ്പിക്കും, എന്നിട്ട് കുളമാക്കും. ഏലക്ക, വലിയ പീസ് ഏലക്കാണ്. കൊള്ളല്ലേ? നല്ല സോഫ്റ്റാണ്. കൊച്ചുപിള്ളേർക്ക് ഈസി ആയിട്ട് ചവച്ച് ചെയ്യണം. 4 മണി പലഹാരം. നല്ല മധുരവും ഉണ്ട്. ഒരു ശർക്കരയില്ല, ഒരു തേങ്ങയില്ല. ചീത്ത പറഞ്ഞല്ല, തെറ്റിപ്പോയി പറഞ്ഞത്. ശർക്കരയില്ല, പഞ്ചസാരയും ഇല്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം, അടിപൊളി. എൻ്റെ മുഖം നോക്കണം, ഇവനെപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. നോക്ക്, തൊടുമ്പോഴേ ഏതാണ്ട് ഇങ്ങനെ പൊളിഞ്ഞു വരും, അത്ര സോഫ്റ്റ്. അപ്പം നമ്മുടെ പരീക്ഷണം വിജയിച്ചു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും പഞ്ചസാര അധികം കഴിക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ കഴിക്കാത്തവർക്ക് പറ്റിയതാണ്. പഴം മാത്രമേ ഇട്ടിട്ടുള്ളൂ. സൂപ്പർ ടേസ്റ്റ്. എന്നിട്ട് പോ. അടിപൊളി ഗൈസ്. പിന്നെ നമ്മുടെ ദോശ ഉണ്ട്, നമ്മുടെ
നെയ് റോസ്റ്റ്. പക്ഷേ അതിനുള്ള ചമ്മന്തി റെഡി ആയിട്ടില്ല. ചമ്മന്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ അട കഴിക്കുക. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അട കേട്ടോ. നമ്മൾ ചക്കടയൊക്കെ ഉണ്ടാക്കുമ്പം പഞ്ചസാര ചേർക്കുമോ, ശർക്കര ചേർക്കുമോ? ശർക്കര ചേർക്കുമെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് പഞ്ചസാര ഇല്ല, ശർക്കര ഇല്ല, ഒരേ ഒരു മധുരത്തിന് സാധനം പഴം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെന്തോ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ എപ്പം അതിനകത്ത് തന്നെ പൊഴുത്തുമല്ല, പക്ഷെ ഞാൻ എപ്പോഴൊക്കെ എന്തെങ്കിലും ഐറ്റം ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് വരും. ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിട്ട് വരും. സാധാരണ നമ്മളെന്തെങ്കിലും പരീക്ഷിക്കുമ്പം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ലതായിട്ട് വരത്തില്ലല്ലോ. പക്ഷെ ഞാൻ എന്ത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയാലും നല്ലതായിട്ട് വരും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും കൺട്രോൾ ചെയ്യും, ഇടയ്ക്ക് വന്ന് സംസാരിക്കുന്നത്. അപ്പം പുള്ളിക്കാരിക്ക് ദേഷ്യം. അപ്പോൾ അവളവിടെ ഒരു വീഡിയോ ഏത് സമയത്തും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഏലക്ക പൊടിച്ചിടുക. ഇതുപോലെ കണ്ടായിട്ട് വലുതായിട്ടിട്ടാൽ കുറച്ച് ഡിസ്റ്റർബൻസാണ്. അടുത്ത ആടെയും കൂടെ ഞാൻ നോക്കുക. വളരെ ഹെൽത്തിയാണ്. റാഗിയും ഗോതമ്പും പഴവും തേങ്ങയും നെയ്യും സൂപ്പർ. കൊച്ചുപിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. വേറെ എന്താ ഞാൻ പറയാൻ വന്നത്? അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ കുക്കിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പറയുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിർത്താൻ പോകണം. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക.